പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ മുംബൈയിലാണ്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയാണ്. ഇവിടുത്തെ ലൈഫ് വളരെ മെക്കാനിക്കൽ ലൈഫാണ്. ഭയങ്കര ചൂടാണ്. 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അസഹ്യമായ ചൂടാണ്. എങ്കിലും ദൈവത്തിൻ്റെ കരുണയും കൃപയും സ്നേഹവും കൂടെ നിന്ന് നമ്മളെ നടത്തുന്നു. ഞാൻ നിൽക്കുന്ന സ്ട്രീറ്റിൻ്റെ ഒരു വിശേഷത കാണിക്കാം. നമുക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട്, നല്ല വീടുകളിലൊക്കെ നമ്മൾ പാർക്കുന്നു, നല്ല ഹോട്ടലിൽ പാർക്കുന്നു. എന്നാൽ ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വീടുകളില്ലാതെ, താമസ സൗകര്യമില്ലാതെ കഷ്ടം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഇൻഡസ്ട്രിയൽ സിറ്റിയായ മുംബൈയിലുണ്ട്. ഒരു വശത്ത് പണം ധാരാളം കുവിഞ്ഞുകൂടുന്ന ഇൻഡസ്ട്രീസ് ഇവിടെയുണ്ട്. അംബാനി ഗ്രൂപ്പുകൾ, അദാനി ഗ്രൂപ്പുകൾ, ഗോദ്രേജ്, ടാറ്റ, മാർക്സൻസ് ഫാമ, ഗ്ലെൻമാർക്ക് എന്ന് വേണ്ട ഒട്ടനവധിയായ മൾട്ടിനാഷണൽ കമ്പനികളും അതിൻ്റെ ഓണേഴ്സും ഒക്കെ താമസിക്കുന്ന ഇടമാണ് മുംബൈ. ഏകദേശം 100 കോടി രൂപ വില മതിക്കുന്ന വില്ലകളും ഫ്ലാറ്റുകളുമുണ്ട്. എന്നാൽ നയാ പൈസ ഇല്ലാത്ത ആൾക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട്. അതാണ് ഈ ഇൻഡസ്ട്രിയൽ സിറ്റിയായ മുംബൈയുടെ ഒരു പ്രത്യേകത. ആർക്കും സമയമില്ല. രാവിലെ എല്ലാവരും തിരക്കോടുകൂടെ ഓടുന്ന ഈ സന്ദർഭത്തിൽ രാത്രി കിടപ്പാടമില്ലാത്തത് കൊണ്ട് വഴിയരികിൽ കിടക്കുന്ന ചിലരെ ഞാൻ കാണിക്കാം. ഇതാ ഇവിടെ ഒരാൾ കണ്ട വിരിച്ച് കിടന്നുറങ്ങുകയാണ്. ഇപ്പോൾ സമയം 8 മണിയായി, രാവിലെ 8 മണിയായി. ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഇത് നമുക്ക് ഇടതുവശത്ത് നോക്കിയോ, രണ്ടാമതൊരാൾ കിടന്നുറങ്ങുന്നു. ഇനി ഓട്ടോറിക്ഷയിലേക്ക് നോക്ക്. ഓട്ടോറിക്ഷയാണ് അവരുടെ വീട്. കണ്ടോ, എല്ലാ സാമഗ്രികളും ഓട്ടോറിക്ഷയിലുണ്ട്. അവർ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ വളരെ ദുസ്സഹമായി ജീവിതം നയിക്കുന്ന വ്യക്തികളുള്ള, കുടുംബങ്ങളുള്ള ഒരു പട്ടണമാണ് മുംബൈ. ഞാൻ ഇടാൻ കാരണം കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു തിരുവചനമുണ്ടല്ലോ. നമ്മൾ സുഖമായിരിക്കുന്നു, ശുഭമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മുംബൈയിലെ ചില ചേരികളിൽ കടന്നു പോകാനിടയായി തീർന്നു. ഞാനവിടെ കണ്ട കാഴ്ച വളരെ ദുസ്സഹമായ ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ കാഴ്ച ഞാൻ കണ്ടു. അന്ധവിശ്വാസമാണ്, അനാചാരങ്ങളുണ്ട്, യേശു എന്ന പേര് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. കിടപ്പാടം വളരെ കൊച്ചു കുടിലുകൾ, ചേരികൾ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മുടെ കേരളത്തിൽ ഉള്ള ആൾക്കാർ, ദൈവവിശ്വാസമുള്ളവർ, ദൈവസ്നേഹമുള്ളവർ, പ്രാർത്ഥിക്കുന്നവർ, കുടുംബസ്നേഹമുള്ളവർ, നിങ്ങൾ നിശ്ചയമായിട്ടും മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയും പ്രത്യേകിച്ച് മുംബൈക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ഇവിടെ ഒരു ഉണർവ് അയക്കുവാൻ, നശിച്ചു കിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുവാൻ, ഒരാളെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തിയാൽ അത് സ്വർഗത്തിൽ ഒരു സന്തോഷമായിരിക്കും. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ തിരുവചനം പറയുന്നു, സ്വർഗം സന്തോഷിക്കുമെന്ന്. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ. ഇവിടുത്തെ മുംബൈയിലെ പ്രത്യേകത നോക്കിയാൽ ഇവിടെ ലക്ഷക്കണക്കിന് വ്യഭിചാരികളാണ് ഉള്ളത്. വ്യഭിചാരികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമാണ് ഈ മുംബൈ എന്ന് പറഞ്ഞാൽ. വ്യഭിചാരം ജോലിയാക്കിയവരുമുണ്ട്,
പാർട്ട് ടൈമായിട്ട് വ്യഭിചാരം ചെയ്യുന്നവരുണ്ട്, ഐഡൽ വർഷിപ്പേഴ്സുണ്ട്. ഐഡൽ വർഷിപ്പേഴ്സാണ് കൂടുതലും. അങ്ങനെ ഗുണ്ടകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഇവിടെ ക്ഷണിച്ചത് BJPയിലെ ഒരു ഉന്നത നേതാവിൻ്റെ കെയർ ഓഫിലാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പേര് പറയുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ വീട്ടിൽ കടന്നുപോയി. അവരെല്ലാം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. എന്നാൽ സങ്കടങ്ങളിൽ കൈത്താങ്ങുവാൻ ആളില്ല. സങ്കടഘട്ടത്തിൽ കൈത്താങ്ങുവാൻ ആളില്ല. കണ്ണുനീർ തുടയ്ക്കുവാൻ ആളില്ല. കൂടെ ഒന്ന് നിൽക്കുവാൻ, ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ ആളില്ല. എല്ലാവരും പണത്തിന് വേണ്ടി ഓടുന്ന ഒരു കാഴ്ച. താൽക്കാലികമായ ഈ ജീവിതത്തിൽ പണം പണം പണം, ആ പണം കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാകുമോ? ഒരിക്കലുമില്ല. ഒരു കൂട്ടർ പണം കൊണ്ട് അമ്മാനമാടുമ്പോൾ മറ്റൊരു കൂട്ടർ ഒരു നേരത്തെ വിശപ്പിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടുകയാണ്. ഈ മുംബൈയിലെ ഒരു സ്ഥിതി ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിലൊക്കെ നല്ല ശമ്പളം ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ശമ്പളമൊക്കെ വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പോലീസിലുള്ള ക്രൈം ബ്രാഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. അവർക്കൊക്കെ കിട്ടുന്നത് വലിയ സാലറി ഒന്നും കിട്ടുന്നില്ല. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന സാലറിയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ വളരെ കുറവാണ്. അതുപോലെ തന്നെ കേരളത്തിലുള്ള പാസ്റ്റർമാരും പ്രീസ്റ്റുകളൊക്കെ വളരെ സുഖം അനുഭവിക്കുമ്പോൾ ഇവിടെ കഷ്ടം അനുഭവിക്കുന്ന ധാരാളം പാസ്റ്റേഴ്സുണ്ട്, സുവിശേഷ വേലക്കാരുണ്ട്, തെറ്റായി നടക്കുന്നവരുണ്ട്. വചനം വിറ്റ് കാശാക്കി പോക്കറ്റിലിട്ട് എങ്ങനെ ആൾക്കാരെ പിടുങ്ങി ജീവിക്കാമെന്ന് PhD എടുത്തവരുണ്ട്. നിസ്വാർത്ഥമായി പ്രതിഫലേച്ഛ കൂടാതെ സത്യസന്ധമായി ദൈവത്തെ വിളിക്കുന്നവരും ഉണ്ട്. പ്രിയമുള്ളവരെ, ഞാനിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏകദേശം 25 ലക്ഷം ജനം ഈ മുംബൈ പട്ടണത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മുംബൈ പട്ടണം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, പല വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പട്ടണം അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയും നമ്മുടെ നഗരങ്ങളുടെ പുരോഗതിയും മനുഷ്യരുടെ നിലവാരത്തെ ഉയർത്തുമല്ലോ. അങ്ങനെ ഈ രാജ്യവും നമ്മുടെ ഈ പട്ടണങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, അവിടെയുള്ള അനാചാരങ്ങൾ, വ്യഭിചാരങ്ങൾ, മോഷണങ്ങൾ, പിടിച്ചുപറിക്കൽ, കവർച്ച, ഭവനഭേദനങ്ങൾ ഇതെല്ലാം നിൽക്കുവാൻ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നിൽക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.